ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ മുടിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരുപാട് മുടിയുണ്ട് എന്നാൽ ഡെൻസിറ്റി ഒട്ടുമില്ല, സ്കാൽപ്പ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവരൊരു കൺഫ്യൂഷനിലായിരിക്കും ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കണോ അതോ ട്രാൻസ്പ്ലാന്റേഷൻ വേണോ എന്നുള്ളത്. ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയാം. നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ പറയും. അത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഡെൻസിറ്റി വരും. അതായത് ഇതിന്റെ ഇടയിലുള്ള ബേബി ഹെയർസെല്ലാം വളർന്നു വരും, ഇപ്പൊ നിൽക്കുന്ന മുടിയെല്ലാം കട്ടി വെച്ച് വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിന്റെ എഫക്ട് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ കണ്ടീഷൻ തന്നെയായിരിക്കും. അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന അതേ കണ്ടീഷൻ തന്നെയായിരിക്കും. അപ്പൊ അത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, ഒരു താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷനാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ തീരുന്നവരെയല്ലേ വണ്ടി ഓടും. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. വീണ്ടും വണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പെട്രോൾ അടിക്കണം. അതേപോലെ തന്നെയാണ് എത്ര കാലം നമുക്ക് റിസൾട്ട് വേണോ അത്രയും കാലം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതെല്ലാ ആളുകൾക്കും പോസിബിൾ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതിപ്പോ നിൽക്കുന്ന മുടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും. ഈ പുള്ളിക്കാരൻ ചെയ്തത് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. കാരണം പുള്ളിക്കാരന് വേണ്ടത് പെർമനന്റ് സൊല്യൂഷൻ ആണ്. പുള്ളി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത റിസൾട്ട് ഒന്ന് കണ്ടാലോ. പുള്ളിക്ക് നല്ല കിടിലർ റിസൾട്ടാണ് കിട്ടിയത്. പുള്ളിയുടെ എക്സിസ്റ്റിംഗ് ഹെയർസും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർസും രണ്ടും നല്ല തിക്കായിട്ട് വളർന്നുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും നല്ല ഡെൻസിറ്റിയിലെ റിസൾട്ട് കിട്ടിയത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ബെറ്റർ ആയ ഒരു സർജനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളത് തീരുമാനിക്കാൻ പാടുള്ളൂ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ശരിയാക്കണോ അതോ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ മാറിയില്ലേ? നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും.